ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേർണി വിത്ത് റനായ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. എൻ്റെ കൂട്ടുകാരെ ഒത്തിരി സന്തോഷം. ഓക്കെ, അപ്പോൾ നല്ല ക്ലൈമറ്റ്, നല്ല കാറ്റ്, മഴ പെയ്യാൻ ചാൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു മഴയൊക്കെ പെയ്തിരുന്നാൽ വളരെ അത്രയും സന്തോഷമായിരിക്കും. ക്ലൈമറ്റും കൂടെ നല്ലതാകുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വാചകമൊക്കെ ഞാൻ നിർത്തട്ടെ, ഇനി നമ്മൾ കാര്യത്തിലേക്ക് കടക്കട്ടെ. അപ്പോൾ ഇന്നത്തെ നിങ്ങൾ തംബ്നെയിൽ ഓൾറെഡി കണ്ടു കാണും. മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ചിരുന്നാൽ ഹൗ ടു സെൻഡ് എ ഡെമോ ക്ലാസ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇപ്പോൾ പഴയ ട്രെൻഡ് മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് ഇപ്പോൾ എൻ്റെ അടുത്ത് ഞാനിപ്പോൾ റീസെൻ്റായിട്ടാണ് ഒരു 2-3 പേര് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഡെമോ ക്ലാസ് റെക്കോർഡ് ചെയ്ത് സെൻഡ് ചെയ്ത് അയക്കാൻ പറഞ്ഞു. സ്കൂളിൽ നിന്ന് ഇൻ്റർവ്യൂ പാനൽ തന്നെ നിങ്ങൾ പിന്നീട് ഡെമോ ക്ലാസ് സെൻഡ് ചെയ്ത് അയക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം പെട്ടെന്നാണ് ഓരോരോ അപ്ഡേഷൻസ് വരുന്നത്. സാധാരണ അങ്ങനെ സെൻഡ് ചെയ്ത് അയക്കാൻ പറയാറില്ലായിരുന്നു. അപ്പോൾ ആദ്യം എന്നോട് കുറച്ച് ദിവസത്തേക്ക് മുന്നേ, ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ ഒരു കുട്ടി എന്നോട് പറഞ്ഞിരുന്നു. എൻ്റെ ഇതേപോലെ ഒരു ഫോളോവറാണ്. അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഞാൻ ഓക്കെ അങ്ങനെ അങ്ങ് വെച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് 1-2-3 പേര് എന്നോട് വീണ്ടും ഇങ്ങനെ ഡെമോ ക്ലാസ് സെൻഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് എങ്ങനെയാണ്, പിന്നെ ഞാൻ എങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ അത് 2 പാർട്ടായിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്, ഒരു വീഡിയോ നമ്മൾ സെൻഡ് ചെയ്ത് അയക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് നമ്മളൊരു ഡെമോ സെഷൻ സെൻഡ് ചെയ്ത് അയക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് മെൻഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, പിന്നെ ഇതിനൊരു പാർട്ട് 2 ആയിട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് എങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് കാണിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ എൻ്റെ ചാനലിൻ്റെ മുതലാളിയും തൊഴിലാളിയും പടയാളിയും എല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പം കാണുമ്പോൾ വലിയ പ്രതാപം പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഭയങ്കര തൊഴിലാളി ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ആ ഒരു ടൈമും കൂടെ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ഇതൊക്കെ ഒന്ന് എടുക്കാനും ഒക്കെ ഉള്ളതൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള ഒരു സാവകാശം വേണം. ബട്ട് ഐ വിൽ ഡു. ഓക്കെ, എങ്ങനെയായാലും ഞാനത് ചെയ്യും. ഇപ്പം എനിക്കൊരു കോൺഫിഡൻസ് ആണ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ മനസ്സിലാക്കും എന്നുള്ളത് എനിക്കൊരു വിശ്വാസമുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സിൻസിയറായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാരത് മനസ്സിലാക്കുമല്ലോ അല്ലേ. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, എന്നെ മനസ്സിലാക്കും എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം, അതായത് ഞാനും ഈ പറയും പോലെ ഒരു വീഡിയോ എടുത്തിട്ടാണല്ലോ ഈ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഞാനും ശ്രദ്ധിക്കാറുണ്ട്, അതേപോലെ തന്നെയാണ് ഒരു ഡെമോ സെഷൻ എടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ഒരുപാട് ഡിലേ ആക്കാതെ തന്നെ എങ്ങനെ ഇതൊക്കെ ചെയ്തെടുക്കണം എന്നുള്ള കാര്യവും കൂടി ഞാനൊരു വീഡിയോ ആയിട്ട് സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്ത് ഇടണം എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേർണി വിത്ത് റനായ. അപ്പോൾ നമുക്ക് പോവാം, ഓരോരോ പോയിന്റ്സ് ആയിട്ട് ഞാനിപ്പോൾ മെൻഷൻ ചെയ്യാം എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒരു പോയിൻ്റായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിരുന്നാൽ, നിങ്ങളോടൊരു ഡെമോ സെഷൻ നിങ്ങൾ അവിടെ പോയി ഓഫ്ലൈനായിട്ട് ഡയറക്റ്റായിട്ട് പോയി ചെന്ന് പ്രസൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ വീഡിയോ എടുത്ത് അയക്കുകയാണ് എന്നുണ്ടെങ്കിലും ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഒരു ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്ത് ആദ്യം വെച്ചേക്കുക. അതാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഒരു വീട് കെട്ടുമ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ കെട്ടില്ലേ, അടിത്തറ കെട്ടില്ലേ, അതേപോലെ നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലെസൺ പ്ലാൻ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം അത് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുക. അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മുടെ ഡെമോ സെഷൻ നമ്മൾ വീഡിയോ ആക്കി ചെയ്യാനായിട്ട്. ഓക്കെ, അത് മാത്രമല്ല, ഇനി നമ്മൾ വീഡിയോ എല്ലാം എടുത്ത് ഫൈനലാക്കി എഡിറ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂളിൽ അയക്കുമ്പോൾ ഡോണ്ട് ഫൊർഗെറ്റ് ടു സെൻഡ് ദാറ്റ് ലെസൺ പ്ലാൻ. അത് ഒരു പക്ക പ്രൊഫഷണലിസം നമുക്ക് തരും. ഓക്കെ, നമ്മൾ വീഡിയോ അയക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ലെസൺ പ്ലാനും കൂടി വെച്ച് വേണം നമ്മളൊരു സെപ്പറേറ്റ് മെയിലായിട്ടോ എങ്ങനെയാണോ നമ്മൾ അയക്കുന്നത് അങ്ങനെ വേണം നമ്മൾ അയക്കാനായിട്ട്. ഓക്കെ, ആ ലെസൺ പ്ലാനും കൂടെ വെച്ച് വേണം അയക്കാനായിട്ട്. അപ്പോൾ അവരത് ഒത്തു നോക്കണം. ഡെമോ ക്ലാസ്സും നമ്മുടെ ലെസൺ പ്ലാനും കൂടെ സ്യൂട്ട് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം, മാച്ച് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം അവർക്ക് ഒത്തു നോക്കണം. ഓക്കെ, അപ്പോൾ ഡോണ്ട് ഫൊർഗെറ്റ് ടു സെൻഡ് യുവർ ലെസൺ പ്ലാൻ ഓൾസോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഇനി നമ്മൾ ഒരു വീഡിയോ എടുക്കാനായിട്ട് പോവുകയാണ്, നമ്മുടെ ഡെമോ സെഷൻ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പയർ യുവർ സ്പേസ് എന്നുള്ളതാണ്. നിങ്ങൾ നല്ല ഒരു സ്പേസ് ആദ്യം കണ്ടെത്തുക. നിങ്ങളുടെ വീട്ടിൽ തന്നെ ആവാം, എവിടെയാണെങ്കിലും നല്ല ഒരു സ്പേസ് ആദ്യം കണ്ടെത്തുക. വിച്ച് മീൻസ് പ്രോപ്പർ ലൈറ്റ് ഉള്ള, പ്രോപ്പറായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള, ഒരുപാട് നോയ്സ് ഡിസ്റ്റർബൻസ് ഒന്നും വരാത്ത നല്ല ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു
എന്താ ഒരു സ്പേസ് ആദ്യം സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, ഒരു ലൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു നാച്ചുറൽ ലൈറ്റ് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. റിംഗ് ലൈറ്റും ആൾക്കാർ വെക്കാറുണ്ട്, പക്ഷേ റിംഗ് ലൈറ്റ് വെക്കുമ്പോൾ ഉള്ളൊരു ഡിഫക്റ്റ് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചിരുന്നാൽ നമ്മുടെ കണ്ണിനകത്ത് ആ റിംഗ് ലൈറ്റിൻ്റെ വട്ടം ഇങ്ങനെ കാണിക്കും. ഞാനിപ്പോൾ ഒരു വിൻഡോയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം നാച്ചുറൽ ആയിട്ടുള്ള വെട്ടമാണ് ഫേസിലോട്ട് വരുന്നത്, ഒരു റിംഗ് ലൈറ്റിൻ്റെ വട്ടമല്ല, നാച്ചുറൽ ആയിട്ടുള്ള വെളിച്ചത്ത് ഉള്ള ഇതാണ് ഫേസിൽ അടിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതേൻ്റെ കണ്ണിൽ ക്ലോസ് ആയിട്ട് നോക്കിയാൽ കാണാൻ ജന്നലാണ് കാണുന്നത്, കണ്ടോ, ജന്നലാണ്. പക്ഷേ മറ്റേ റിംഗ് ലൈറ്റിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു വട്ടം ഇങ്ങനെ കണ്ണിനകത്ത്, കൃഷ്ണമണിയെ ഓൾറെഡി വട്ടത്തിലാണ്, അതിനകത്ത് വേറൊരു വെള്ള വട്ടം ഇങ്ങനെ കാണും, അത് കുറച്ചൊരു ഇതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അതേ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞ് നോ പ്രോബ്ലം. പക്ഷേ എന്തായാലും കഴിവതും ഒരു നാച്ചുറൽ ലൈറ്റാണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു നാച്ചുറലിസം ഫീൽ ചെയ്യും, കുറച്ചുകൂടി നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ലൈറ്റ്നിങ്ങിൻ്റെ കാര്യത്തിൽ പിന്നെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും കഴിവതും ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. പ്ലെയിൻ ആയിട്ടുള്ള പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള വൈറ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. പിന്നെ നോയ്സിൻ്റെ കാര്യത്തിനകത്ത് ഈ ഭയങ്കര വീട് പണിയൊക്കെ നടക്കുന്ന ഒക്കെ ഇപ്പം നമുക്ക് അവരോട് പറയാൻ പറ്റത്തില്ല, ഡേ നിങ്ങളുടെ പണിയൊക്കെ നിർത്തി പോയി ഞാനിവിടെ വീഡിയോ എടുക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇപ്പം തന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം എല്ലാം ക്ലോസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഫാനിൻ്റെ സൗണ്ട് അതൊന്നും വരാതെ ഇരിക്കാനായിട്ട് കഴിവതും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, പറ്റുന്ന അത്രയും ഒന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ, അപ്പം അതാണ് ആ ഒരു സ്പേസിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പ്രസൻറ്റ് യുവർ സെൽഫ്. ഇനി നിങ്ങൾ എന്താണ് എന്നുള്ള കാര്യം അസസ് ചെയ്യുന്ന ഒരു മൊമെൻ്റാണ് അടുത്തതെന്ന് പറയുന്നത്. പ്രസൻറ്റ് യുവർ സെൽഫ്, അതായത് നമ്മൾ നന്നായിട്ട് പ്രൊഫഷണലായിട്ട് ഡ്രസ്സ് ചെയ്ത് നിൽക്കുക. വീട്ടിൽ നിന്ന് എടുക്കുന്ന ഒരു ഡെമോ ക്ലാസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് തോന്നിയ നൈറ്റ് ഡ്രസ്സ് ഒന്നും ഇട്ടുകൊണ്ട് അല്ല നമ്മളൊരു ഡെമോ സെഷൻ എടുക്കേണ്ടത്. നല്ല പ്രൊഫഷണലി ഡ്രസ്സ് ചെയ്ത് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രയും നമുക്ക് ഒരു പ്രൊഫഷണൽ ലുക്ക് തരും. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ട് നിന്നിട്ട് വേണം നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു സ്മൈൽ കൊടുക്കുക എന്ന് വെച്ചിട്ട് നമ്മൾ ഭയങ്കര ഡ്രാക്കുള പോലെ അട്ടഹസിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഒരു പ്ലസൻറ്റ് ഫേസ് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാതെ കുട്ടികൾ മുന്നിലില്ലല്ലോ പിന്നെ എങ്ങനെ വെറുതെ നിന്ന് ചിരിക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഫേസ് കൊടുത്തുകൊണ്ട് തന്നെ കുട്ടികൾ മുന്നിലുള്ളതുപോലെ നമ്മൾ അനുകരിച്ചാണ് നമ്മളവിടെ പ്രസൻറ്റ് ചെയ്യേണ്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളത് കൊടുക്കുക. അതേപോലെ ആ ഒരു കറക്റ്റ് ആ ഒരു സ്ക്രീനിനകത്ത് കറക്റ്റ് നമ്മൾ മിഡിലിൽ നിൽക്കുന്നത് പോലെ തന്നെ നിൽക്കാനായിട്ട് നോക്കുക. ഓക്കെ, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് കേട്ടോ. അതേപോലെ ഒന്നെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് എണീറ്റ് നിന്നുകൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ക്രീൻ, ഞാൻ ഇരുന്നാണ് ചെയ്യുന്നത് കേട്ടോ, ഒരു സ്ക്രീനിനകത്ത് കംപ്ലീറ്റ് നമ്മുടെ ഫേസ് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ, അതായത് ഒത്തിരി ഇങ്ങനെ അങ്ങ് ക്ലോസ് ആയിട്ട് വരാനും പാടില്ല, എന്നാൽ അങ്ങ് ഒരുപാട് ബാക്കിലോട്ട് പാടില്ല, ഒരു മീഡിയം റേഞ്ചിൽ നിന്നുകൊണ്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് സെറ്റപ്പ് യുവർ ടെക്നോളജി എന്നുള്ളതാണ്. സെറ്റപ്പ് യുവർ ടെക്നോളജി അല്ലെങ്കിൽ സെറ്റപ്പ് യുവർ ടെക് എന്നുള്ളത് കൊണ്ട് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടെക്നോളജി ബേസായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫോൺ തന്നെയാണ് അല്ലേ. അപ്പോൾ ആ ഫോൺ എന്താണ്, നല്ല പ്രോപ്പറായിട്ട് അതിൻ്റെ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ബ്ലേഡൊന്നും ആവാതെ നല്ല കറക്റ്റായിട്ട് ക്യാമറ സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കിയിട്ട് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഞാൻ കൂടുതലും സെൽഫി മോഡിലാണ് കേട്ടോ എടുക്കുന്നത്, അല്ലാതെ ആരെങ്കിലും പിടിച്ചു തരാനുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ സെൽഫി മോഡിലാണെങ്കിൽ നോ പ്രോബ്ലം, നമ്മൾ എടുക്കുന്നത് പ്രോപ്പറായിട്ട് എടുക്കുക. ഓക്കെ, പിന്നെ ഏറ്റവും നല്ലത് ഇപ്പോൾ ഒരു ഡെമോ സെഷൻ, നിങ്ങൾ ബോർഡൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്ന ഡെമോ സെഷൻ അതിനേക്കാളും നല്ലത് നമ്മൾ ടെക്നോളജി വൈസായിട്ട് നമ്മൾ പറയുമ്പോൾ സൈഡിൽ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വരിക, അതായിരിക്കും കൂടുതലും നല്ലത്. ബോർഡൊക്കെ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് പഴയ രീതിയാണിപ്പോൾ, വൈറ്റ് ബോർഡ് ആയാലും ബ്ലാക്ക് ബോർഡ് ആയാലും യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ പറയുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ബ്ലിങ് എന്ന് പറഞ്ഞൊരു സാധനം വരിക, അതൊക്കെ ആയിരിക്കും കുറച്ചും കൂടി അട്രാക്റ്റീവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി ബോർഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്ക് ക്യാമറ യൂസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. സെൽഫി യൂസ് ചെയ്യുമ്പോൾ എല്ലാം ഇങ്ങനെ അറിയാലോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഇനി അടുത്തൊരു പോയിന്റ് ഇതിനകത്ത് തന്നെ പറയാനുള്ളത് വെച്ചാൽ സ്റ്റെബിലിറ്റിയാണ്. അതായത് നിങ്ങൾ ക്യാമറ പ്ലേസ് ചെയ്യുമ്പോൾ കഴിവതും ഒരു ട്രൈപോഡ് സ്റ്റാൻഡിനകത്ത് വെക്കുക, എന്നിട്ട് പറയുമ്പോഴായിരിക്കും അത് ക്യാമറ ഇരുന്ന് ഷേക്ക് ചെയ്യത്തില്ല. അല്ലെങ്കിൽ ഒരാൾ കറക്റ്റായിട്ട് നിന്ന് പിടിച്ചു തരിക. ഓക്കെ, ആ പിടിച്ചു തരുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഒരു ട്രൈപോഡ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അതിനകത്ത് വെക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ട്രൈപോഡ് സ്റ്റാൻഡ് ഇല്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ
ഒന്നും പേടിക്കേണ്ട, കുറച്ച് ബുക്സ് ഇങ്ങനെ അടുക്കി നമ്മുടെ ഒരു ഹൈറ്റിനനുസരിച്ച് വെക്കുക. അത് അപ്പം ഇരുന്നായിരിക്കും ചെയ്യേണ്ടി വരുന്നത് കേട്ടോ. കുറച്ച് ബുക്സ് അടുക്കി വെക്കുക. അതിൻ്റെ പുറത്ത് നമ്മൾ ഒരു നീളത്തിലുള്ള ഒരു കുപ്പിയോ കട്ടിയുള്ള ഒരു കുപ്പിയോ എന്തെങ്കിലും വെച്ചിട്ട് അതിനകത്ത് ചാരി വെച്ചിട്ടാണെങ്കിലും നമുക്ക് വീഡിയോ എടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഡെമോ സെഷൻ എന്നുള്ളതല്ല, ഇതിന് മുന്നേയൊക്കെ പണ്ടൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൊറോണ സമയത്തൊക്കെ ആദ്യം ഈ ട്രൈപോഡ് എന്നുള്ള സാധനമൊന്നും അന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇതൊക്കെ ഞാൻ ഇതിൽ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ആൾക്കാർ കല്യാണ ക്യാമറാമാൻമാരൊക്കെ ട്രൈപോഡ് കൊണ്ട് നടക്കുന്ന കണ്ടിട്ടുള്ള അല്ലാതെ അന്നൊന്നും എനിക്ക് ഈ ട്രൈപോഡുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അപ്പോൾ ആദ്യ സമയത്ത് കൊറോണ സമയത്തൊക്കെ നമ്മളിങ്ങനെ ടീച്ചിങ് റിലേറ്റഡ് ആയിട്ട് കുട്ടികൾക്ക് സെൻഡ് ചെയ്യാനുള്ള വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ച് ബുക്സൊക്കെ ഇങ്ങനെ മണ്ടയ്ക്ക് വെച്ചിട്ട് അതിൻ്റെ പുറത്തൊരു പൗഡർ ടിൻ, കട്ടിയുള്ള ഒരു പൗഡർ ടിൻ വെച്ചിട്ട് അതിനകത്ത് ചാരി വെച്ചിട്ടൊക്കെ നിന്ന് എടുത്ത ഒരു സമയമുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി ട്രൈപോഡ് ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങനെയാണെങ്കിൽ ചെയ്യാം. ബെറ്റർ ഇപ്പോൾ ട്രൈപോഡൊന്നും വലിയ കോസ്റ്റ്ലി ഒന്നും അല്ല, അതൊക്കെ കുറച്ച് സമയത്തായിരുന്നു. ഒരു ബിലോ 1000 തന്നെ നമുക്കൊരു ട്രൈപോഡൊക്കെ കിട്ടും കേട്ടോ. ആമസോണിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ട്രൈപോഡ് ഉണ്ട് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ, പിന്നെ നമ്മുടെ ക്യാമറ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അതേപോലെ ആദ്യം നമ്മളൊരു ട്രയൽ റെക്കോർഡ് ഒന്ന് നടത്തി നോക്കണം. നമ്മുടെ സൗണ്ട് വരുന്നുണ്ടോ, എങ്ങനെ കാണിക്കുന്നു നമ്മളെ എന്നുള്ള കാര്യം നമ്മളൊന്ന് ട്രയൽ ചെയ്ത് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുന്നത് റെക്കോർഡ് സ്മാർട്ട്ലി എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നല്ല സ്മാർട്ടായിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് നോക്കുക. അതായത് ഇപ്പം ഞാൻ ഇപ്പോൾ ഭയങ്കര എന്താണ് പറയേണ്ടത്, ഇപ്പം നിങ്ങളോട് പറഞ്ഞു തരാമെന്ന് വെച്ചിരുന്നാൽ ഒരു ടൈമർ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് നമ്മൾ ഒരു നമുക്ക് ഫോണിനകത്ത് ടൈമർ വെക്കാമല്ലോ, 3 സെക്കൻഡ്സ് 5 സെക്കൻഡ്സ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓടി വന്നിട്ട് കുത്തി ഇങ്ങനെ വന്ന് നിന്നൊക്കെ എടുക്കുന്നതിനേക്കാളും നല്ലത് ഒരു 5 സെക്കൻഡ്സ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ റെക്കോർഡർ അവിടെ ഓൺ ആക്കിയിട്ട് അവിടെ കൗണ്ട് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് സെറ്റായി ഓക്കെ ഇങ്ങനെ ഒന്ന് നിൽക്കാം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആ ക്യാമറയുടെ ഫ്രണ്ടിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമുക്ക് നിൽക്കാനുള്ള ഒരു ടൈം കിട്ടും. അപ്പോൾ ക്യാമറ, അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് റെക്കോർഡ് സ്മാർട്ട്ലി എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. പിന്നെ ഇത് വൺസ് നിങ്ങളുടെ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഓക്കെ, ഈ റെക്കോർഡിങ് തുടങ്ങുന്ന സമയത്തും റെക്കോർഡ് എൻഡ് ചെയ്യുന്ന സമയത്തും കുറച്ച് എക്സ്ട്രാ സംഭവങ്ങൾ കാണും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെക്കോർഡ് തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ ഇതിൽ പ്ലേസ് ചെയ്യുകയാണ്, വന്ന് നിൽക്കുന്ന ഇത്രയും സമയം, ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പം അതത്രയും മാറ്റുക. അതേപോലെ ഇനി ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ ഓക്കെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ, അന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ഓഫാക്കാൻ വരുന്ന സമയമുണ്ട്. ഓക്കെ, അപ്പം ആ ഏരിയയും കട്ട് ചെയ്യുക. അപ്പം അങ്ങനെ വേണ്ട ഭാഗം മാത്രം മിനിമലായിട്ട് എടുത്ത് നന്നായിട്ട് എഡിറ്റും കൂടെ ചെയ്ത് വേണം നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട്. എഡിറ്റിങ് പിന്നെയാണ്, പക്ഷേ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ടൈമർ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുക. ഓക്കെ, അത് ആദ്യം ശ്രദ്ധിച്ചേക്കാം. ടൈമർ വെച്ചിട്ട് നമ്മൾ ക്യാമറയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ടൈമർ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുക. ഓക്കെ, മറ്റേത് എഡിറ്റിങ്ങിനാണ് നമ്മളത് ശ്രദ്ധിക്കേണ്ടതുള്ളത്. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരം അതാണ് അടുത്ത പോയിൻ്റായിട്ടും പറയാറുള്ളത്. പ്രിപ്പയർ എ പ്രോപ്പർ എഡിറ്റിംഗ് എന്നുള്ളതാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻഷോട്ടോ അതേപോലെ വീഡിയോ ഗുരു, ക്യാൻവ അല്ല ക്യാപ്കട്ട്, ഇങ്ങനെയൊക്കെ പല ആപ്സ് യൂസ് ചെയ്താണ് ആൾക്കാർ എഡിറ്റ് ചെയ്യാറുള്ളത്. ഞാൻ ഇൻഷോട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഷോട്ടിനകത്ത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് തന്നെ ട്രിം ചെയ്യാൻ പറ്റും, വേണ്ട ഭാഗം വേണ്ടാത്ത ഭാഗം. അതേപോലെ വീഡിയോ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ PIP ഇമേജസ് യൂസ് ചെയ്യുക. PIP എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് സൈഡിൽ ഇങ്ങനെ ഓരോന്നൊക്കെ വന്ന് നിൽക്കത്തില്ലേ, പറയുന്ന ഡയലോഗ്സ് എന്താണ്, പിക്ചർ, അതൊക്കെ ഇങ്ങനെ സൈഡിൽ വന്ന് നിൽക്കത്തില്ലേ, അതിനെയാണ് PIP ഇമേജ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് നല്ല ഒരു പക്ക എഡിറ്റിംഗ് ഒക്കെ നടത്തി ഒന്ന് പ്രൊഫഷണലാക്കി സബ്മിറ്റ് ചെയ്യുമ്പോൾ വളരെ നന്നായിരിക്കും. അപ്പം അവർക്ക് ആ ഒരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ടെക്നോളജി എത്രമാത്രം അറിയാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു ടീച്ചിങ് ജോബ് നോക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഞാൻ വളരെ സിൻസിയറായിട്ടൊരു കാര്യം പറയാം, യു ഷുഡ് അപ്ഡേറ്റ് യുവർ ടെക്നോളജി ലെവൽ. കാരണം ഇനി അങ്ങോട്ട് ടെക്നോളജി ലെവലൊന്നും അറിയാൻ വയ്യാതെ നമുക്കൊരു കാര്യവും നടക്കത്തില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും AI ടൂൾസും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പം ഞാൻ ഇത് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് എനിക്കുണ്ട്. അതൊന്ന് വരട്ടെ കേട്ടോ. ഇതാദ്യം പാർട്ട് 1 പോലെ ഇതൊന്ന് കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കത് ചെയ്യാം. ഓക്കെ,
ഇനി ലാസ്റ്റ് ഒരു പോയിന്റായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിരുന്നാൽ ഷെയർ പ്രൊഫഷണലി. അപ്പം നമ്മൾ വീഡിയോസൊക്കെ ചെയ്ത് കഴിഞ്ഞു, നമ്മൾ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തു, നമ്മൾ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഫൈനൽ വീഡിയോ ഒരു 8 to 10 മിനിറ്റ്സ് വരെ ലെങ്ത് ഉള്ള ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ വീഡിയോയെ നമ്മൾ സെൻഡ് ചെയ്യാൻ നേരം, ഓഫ് കോഴ്സ് അത് സെൻഡ് ചെയ്യാൻ നേരം നിങ്ങൾ പ്രൊഫഷണലി അതിനൊരു മെയിൽ വെക്കുക. അതേപോലെ ആ ഫയലിന് ഒരു പേര് കൊടുത്തേക്കുക. ഇപ്പോൾ MP4 ആയിട്ടായിരിക്കും വീഡിയോ ആകുമ്പോൾ MP4 ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ MP4നകത്ത് നിങ്ങളുടെ പേര് റീനെയിം ചെയ്യുക. എന്താണോ നിങ്ങളുടെ പേര്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആതിര എന്നാണ് എന്നുണ്ടെങ്കിൽ ആതിര ഡെമോ സെഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഫോർമലായിട്ട് വേണം അയക്കാനായിട്ട്. ഓക്കെ, പിന്നെ നിങ്ങളുടെ CV ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങളുടെ CV കൂടെ ഒന്നുകൂടി വെച്ച് അറ്റാച്ച് ചെയ്യാം. ലെസൺ പ്ലാൻ ഉറപ്പായിട്ടും വെച്ച് വേണം അയക്കാനായിട്ട് കേട്ടോ. അല്ല ഡെമോയുടെ ഒരു വീഡിയോ മാത്രം എടുത്ത് അയക്കുകയല്ല ചെയ്യുന്നത്, അത് പ്രോപ്പറായിട്ട് ഒരു ലെസൺ പ്ലാനും കൂടി വെച്ച് കൊടുക്കുമ്പോഴാണ് അതിന് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ അപ്കമ്മിങ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണെങ്കിലും നിലവിൽ ടീച്ചിങ് നിൽക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും ഇപ്പോൾ കുറേ പേർക്കൊക്കെ ടെക്നോളജി യൂസ് ചെയ്യാൻ നന്നായിട്ടറിയാം. പിന്നെ ഇച്ചിരി കരിയർ ഗ്യാപ്പൊക്കെ വന്നവരാണ് ഒരു ടെക്നോളജി ദേ ആർ ട്രൈങ് ടു ബ്രിഡ്ജ് ദാറ്റ് ഗ്യാപ്പ്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയാണ് ഒന്ന് ശ്രമിച്ച് നോക്കേണ്ടത്. ടെക്നോളജി അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതേപോലെ എഡിറ്റിംഗ് ആപ്സ്, ഇൻഷോട്ട്, വീഡിയോ ഗുരു, ക്യാൻവ, ക്യാപ് കട്ട്, ഇങ്ങനെയൊക്കെ ഉള്ള സംഗതികൾ അറിഞ്ഞിരിക്കുക. അതേപോലെ AI ടൂൾസ് ഉണ്ട്, പല രീതിയിലുള്ള ChatGPT പോലെയുള്ള ഡിഫറെൻറ്റ് AI ടൂൾസ് ഉണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. അത്യാവശ്യം വേർഡ് ഡോക്യുമെൻറ്റ്സ് ചെയ്യാൻ അറിഞ്ഞിരിക്കുക, എക്സൽ ഫയൽ ചെയ്യാൻ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതൊക്കെ ടെക്നോളജി അപ്ഡേഷൻസ് ആസ് എ ടീച്ചർ വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്നും പറഞ്ഞ് പേടിപ്പിക്കുന്നതല്ല, കാരണം ഇതൊന്നും അറിയാൻ വയ്യാനുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് ബാക്ക് ആയി പോകും ഓരോ കാര്യത്തിനും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഓഫ് കോഴ്സ് ഐ ഹാവ് എ പ്ലാൻ ടു ഡു പാർട്ട് 2. ഇത് എങ്ങനെ ഇനിയൊന്ന് എഡിറ്റ് ചെയ്തെടുക്കാം എന്നൊക്കെ ഉള്ളതെന്ന് എനിക്ക് ചെയ്യണം എന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ അത് ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, മുതലാളിയും തൊഴിലാളിയും പടയാളിയും ഞാൻ തന്നെയാണ്. അപ്പം ഞാൻ തന്നെ ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെയും അതേപോലെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള പാർട്ട് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള സംഗതികൾ ഉണ്ട്. ഇച്ചിരി ടൈം എടുക്കുന്ന പരിപാടിയാണ്, എന്നാലും എനിക്കതൊന്ന് ചെയ്താൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. എൻ്റെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും അത്. അപ്പോൾ എനിക്കതൊന്ന് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട് ദാറ്റ് യു ആർ ഗിവിങ്. അപ്പോൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ പറയും പോലെ പല മെൻറ്റാലിറ്റിയിലായിരിക്കും ഇരിക്കുക. എന്ത് വിഷമം ഉണ്ടെങ്കിലും വിട്ട് കളഞ്ഞേക്കുക. ജീവിതത്തിനെ അതിൻ്റെ വഴിക്ക് വിട്ടുകൊടുത്തേക്കുക. നത്തിങ് ഇസ് പെർമനൻറ്റ്. എല്ലാം ഓരോരോ സമയം, ചില സമയം സന്തോഷമായിരിക്കും, ചില സമയം സങ്കടമായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഇസ്. ഓക്കെ, നല്ല സന്തോഷമായിട്ട് ജീവിക്കുക. എല്ലാവർക്കും ഈ ലൈഫേ ഉള്ളൂ അല്ലേ? തമ്പുരാൻ നമുക്ക് ഈ ഒരു ലൈഫേ തന്നിട്ടുള്ളൂ. അത് സന്തോഷമായിട്ട് അങ്ങോട്ട് ജീവിക്കുക കേട്ടോ. അപ്പോൾ എന്ത് വിഷമം ഉണ്ടെങ്കിലും അതെല്ലാം മാറും. ഓക്കെ, അപ്പോൾ ബൈ.